അനുമോളോട് എന്തെങ്കിലും ഒരു വിരോധം ലാലേട്ടന് തോന്നുന്നെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലാലേട്ടൻ ഉണ്ടെന്ന്, ലാലേട്ടന് തോന്നുന്നല്ല, ലാലേട്ടൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഈ എപ്പിസോഡുകളൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് കമന്റ്സ് ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്, ലാലേട്ടൻ എന്താണ് അനുമോളോട് ഇത്രയും ദേഷ്യം. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു. ഇപ്പം എനിക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളോട് വന്ന് സംസാരിക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റായിട്ട് എനിക്ക് ഇന്നാണ് ടൈം കിട്ടിയത് കേട്ടോ. അപ്പോൾ ലാലേട്ടന് അനുമോളോട്, നമ്മുടെ അനുമോളോട് എന്തെങ്കിലും ഒരു ദേഷ്യമോ എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു വൈരാഗ്യമോ ഉണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ചോദ്യം, എന്താണ് ചേച്ചി അതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും നമ്മുടെ വീഡിയോസൊക്കെ 2 ലക്ഷം 3 ലക്ഷം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പേരിലേക്ക് പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു കമൻറ്റ് വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കമൻറ്റ്സ് വന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. അപ്പോൾ എനിക്കും പലപ്പോഴും ഈ എപ്പിസോഡുകൾ കാണുമ്പോൾ എനിക്കും പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ലാലേട്ടൻ ഇങ്ങനെ അനുമോളെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യഭാവത്തോടും, അതുപോലെ തന്നെ ജിസേലിനെയോ ആരിനെയോ എഴുന്നേൽപ്പിക്കുമ്പോൾ പറയൂ ജിസേൽ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സോഫ്റ്റായിട്ടും ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ്. നിങ്ങളെ പോലെ തന്നെ എനിക്കും നിങ്ങളിൽ പലർക്കും തോന്നിയിരിക്കുന്ന പോലെ തന്നെ എനിക്കും പലപ്പോഴും ഇത് തോന്നിയിട്ടുള്ള കാര്യമാണ്, എന്തുകൊണ്ടായിരിക്കുമെന്ന്. അപ്പോൾ കഴിഞ്ഞ സീസണുകൾ ഞാനിങ്ങനെ എടുത്തു വെച്ചിട്ട് അതിനെക്കുറിച്ച് ഞാനൊന്ന് അവലോകനം നടത്തി, എന്തുകൊണ്ടാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ സീസണുകളിലെ ടോപ്പ് പ്ലെയേഴ്സിനോട് ഇതുപോലെ തന്നെയാണ് ലാലേട്ടൻ കാണിച്ചിരിക്കുന്നത്. പല പ്ലെയേഴ്സിനോടും, എല്ലാവരോടും ഇല്ല, പല പ്ലെയേഴ്സിനോടും. കാരണം ഡോക്ടർ റോബിൻ്റെ കാര്യം എടുത്തായാലും ഭയങ്കര ദേഷ്യമായിരുന്നു. സംസാരം കംപ്ലീറ്റ് ചെയ്യാൻ സംസാരിക്കാൻ സമ്മതിക്കത്തില്ല, ഒന്നും ചോദിക്കത്തില്ല, ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുമായിരുന്നു, നെഗ്ലക്ട് ഫുള്ളി അങ്ങ് അവഗണിക്കുന്ന ഒരവസ്ഥയായിരുന്നു ലാലേട്ടൻ ഒരുപാട് നെഗറ്റീവ്, ഒരുപാട് ആൾക്കാർ ലാലേട്ടനെ ചീത്ത പറയുന്ന ഒരവസ്ഥ വരെ ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ടോപ്പായിട്ടുള്ള പല കണ്ടസ്റ്റൻറ്റുകളെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ അവരോട് ചെറുതായിട്ട് എന്തോ ഒരു ഈഗോ അടിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അത് ബിഗ് ബോസിന്റെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് ലാലേട്ടൻ ചെയ്തായിരിക്കും എന്ന് ചിന്തിക്കാനാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത്. കാരണം എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. കാരണം ലാലേട്ടനെ പോലുള്ള ഒരാൾക്ക് എന്തിനാണ് അനുമോൾ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടിയോട് അല്ലെങ്കിൽ ഒരു പെങ്കൊച്ചിനോട് ദേഷ്യം തോന്നേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളത്. പക്ഷേ അതിൻ്റെ പിന്നിലുള്ള കാര്യം എനിക്ക് വീണ്ടും വേറൊരു കാര്യം കൂടി തോന്നി. കാരണം 2 സൈഡും നമ്മൾ ചിന്തിക്കുമ്പോൾ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ജിസേൽ ആരിൻ്റെ ഒരു പ്രോബ്ലം മുന്നിലേക്ക് ഭയങ്കരമായിട്ട് മെൻഷൻ ചെയ്ത് അത് പറഞ്ഞപ്പോൾ ലാലേട്ടനെ പോലുള്ള ഒരാൾ, ലാലേട്ടൻ ഇത്രയും വലിയൊരു ഷോയുടെ അവതാരകനാണ്. അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയും ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ പെണ്ണ് എന്തിനാണ് പുറത്തു പറയുന്നത് എന്നുള്ളൊരു ദേഷ്യം, പെട്ടെന്നുണ്ടായ ഒരു കാലുഷ്യം, ഇങ്ങനെയുള്ള ഒരു മനസ്സിനുണ്ടായ ദേഷ്യം മൂലമാണ് ആ ദേഷ്യം അലിഞ്ഞു പോകാനായിട്ട് ലാലേട്ടന് പറ്റുന്നില്ലേ എന്നുള്ള അതും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ ആ നൂറയും ഒരു 10, 25, 26 വയസ്സുള്ള ലാലേട്ടനെ സംബന്ധിച്ച് ഇവരെല്ലാം കുട്ടികളാണ്. ഇവരെങ്കിൽ 10 വയസ്സിന് മൂത്ത എനിക്ക് പോലും, അല്ലെങ്കിൽ 5 വയസ്സിന് മൂത്ത എനിക്ക് പോലും, അല്ലെങ്കിൽ ഇവരെങ്കിൽ മൂപ്പുള്ള വയസ്സുള്ള എനിക്ക് പോലും ഇവരെ കുട്ടികളായിട്ടാണ് കാണാൻ ഇഷ്ടം. അപ്പം നമ്മൾ എന്നെക്കൂടെ 1 വയസ്സിലുള്ള ആൾക്കാരെ പോലെ, അല്ലെങ്കിൽ 2 വയസ്സുള്ള ആൾക്കാരെ പോലും എനിക്ക് കുഞ്ഞുങ്ങളായിട്ടില്ല, കുട്ടികളായിട്ടാണ് അങ്ങനെയാണ് അവരെ പരിഗണിക്കുക. അപ്പോൾ അങ്ങനെ പരിഗണിക്കുന്ന ഒരാൾ അവരുടെ അദ്ദേഹത്തിൻ്റെ മക്കളാകാനുള്ള പ്രായമുള്ള നൂറ ആൻഡ് നമ്മുടെ അനുമോള്. അപ്പോൾ അവരിങ്ങനെ ഓടി അവരുടെ ഒരു സന്തോഷത്തിന് അവർ പുറത്തേക്ക് ആദിലനെ രക്ഷപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ ആദില എവിഷനിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ, സേവ്ഡ് ആയപ്പോൾ അവർ പുറത്തേക്ക് ഓടിയപ്പോൾ ലാലേട്ടൻ പിണങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും തോന്നി ലാലേട്ടനെ പോലുള്ള ഒരു വ്യക്തിക്ക്, ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇമോഷൻസ് ഉണ്ടാവും. ലാലേട്ടൻ പറയുന്നു ഈ ഒരു ഷോ എന്ന് പറയുന്ന സർവൈവ് ചെയ്യാനാണ്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യണം, ഇത് നിങ്ങൾക്ക് സർവൈവൽ ഗെയിമാണെന്നൊക്കെ. പക്ഷെ ലാലേട്ടൻ ഇതിൻ്റെ അവതാരകനായ ലാലേട്ടന് പോലും ഒരു നിസ്സാരമായ കാര്യം വന്നിട്ട് ഇതിനെ സർവൈവ് ചെയ്യാൻ, അദ്ദേഹത്തിന് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം അവരെ കാണാതെ ആ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയിൽ, ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടത്. ഞാൻ വിചാരിച്ചു അദ്ദേഹം തിരിച്ചു വരുന്നു, പക്ഷെ അദ്ദേഹം തിരിച്ചു വന്നില്ല. വളരെ ബാലിഷ്യമായിട്ടാണ് എനിക്കത് തോന്നിയത്. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ദേഷ്യം വന്നാൽ അദ്ദേഹം അത് മനസ്സിൽ ഇങ്ങനെ കംപ്ലീറ്റ് കളയുന്നില്ല, അത് കൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലക്ഷ്മിയോട് സംസാരിക്കുമ്പോഴും, അതിനു മുമ്പ് മസ്താനിയോട്, അദ്ദേഹത്തിനോട് ആരെങ്കിലും എതിർത്തല്ല, അദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ കൊടുത്താൽ, അവരുടെ സ്റ്റേറ്റ്മെന്റിൽ അവർ നിലപാടിൽ നിന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെടുന്നില്ല. ആ ഒരു ഇഷ്ടപ്പെടായികയാണ് അദ്ദേഹത്തിന്റെ മുഖത്തുള്ള ഒരു കലുഷിതമായ ആ ഭാവം.
അപ്പോൾ കാരണം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ചോദിച്ചപ്പോൾ ഈ നിലപാടിൽ ഞാൻ മാറ്റമില്ലാതെ നിൽക്കുന്നു, അതുകൊണ്ടാണല്ലോ അദ്ദേഹം എടുത്തടിച്ചേക്ക് പറഞ്ഞത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കയറ്റുവന്നു. ഈ പിള്ളേരുടെ ഈ കുട്ടികളുടെ മുൻകാല ചരിത്രം അല്ലെങ്കിൽ മുൻകാല വീഡിയോസ് എടുത്ത് നോക്കാൻ ഇഷ്ടംപോലെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സ്വന്തം മാതാപിതാക്കളെ വളരെ മോശമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ മാതാപിതാക്കൾ ഒരു വീഡിയോസിൽ പോലും വന്നിട്ട് അവരുടെ മക്കളാണെന്നോ അവരുടെ മക്കളെ കുറ്റം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ മാതാപിതാക്കളെ നമ്മൾക്ക് ആർക്കും ഇന്നുവരെ അറിയില്ല. അപ്പോൾ ഈ മാതാപിതാക്കളെ കുറിച്ച് ഈ കുട്ടികൾ എന്തൊക്കെ മോശങ്ങളാണെന്നറിയാം ഓരോ പ്ലാറ്റ്ഫോമിലും വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ലാലേട്ടനൊന്ന് പോയി നോക്കണം. ലാലേട്ടൻ്റെ മാതാപിതാക്കൾ അമ്മയൊക്കെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന, ഭയങ്കര ബഹുമാനത്തോടെ അമ്മയായിട്ട് അഭിനയിച്ച നമ്മുടെ കവിയൂർ പൊന്നമ്മ ആൻറ്റി അമ്മയെ പോലും ഭയങ്കര സ്നേഹമായിട്ട് കൊണ്ടു നടക്കുന്ന ലാലേട്ടൻ സ്വന്തം മാതാപിതാക്കളെയൊക്കെ വളരെ മോശമായിട്ട് പറഞ്ഞ് ഇവരെ കുറിച്ചൊക്കെ ആലോചിക്കണം. സ്വന്തം അച്ഛനെ പോട്ട് അമ്മയെ പോലും പെറ്റ അമ്മയെ പോലും ഇവർ വളരെ മോശമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് വേണം ലാലേട്ടൻ അവരുടെ വീട്ടിൽ കയറ്റും, ഞാൻ അവരെ എൻ്റെ വീട്ടിൽ കയറ്റും എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. ലാലേട്ടനെ വീട്ടിൽ കയറ്റിക്കും, മറ്റുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. പക്ഷേ അതൊക്കെ ലാലേട്ടൻ്റെ പെട്ടെന്നുണ്ടായ ഇമോഷൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ്. ലാലേട്ടനൊന്ന് ഇരുത്തി ചിന്തിക്കുമ്പോൾ ലാലേട്ടൻ അത് വേണ്ടായിരുന്നെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവാം. കാരണം അത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ എപ്പിസോഡിൽ ഷാനവാസ് നെവിൻ്റെ പ്രശ്നം വന്നപ്പോൾ ലാലേട്ടൻ എന്തുകൊണ്ടാണ് അത് ഇൻ്റലിജൻ്റ് ആയിട്ട് കൈകാര്യം ചെയ്ത് അതിനെ വേണ്ട, അങ്ങനെ ഒരു സംഭവം വേണ്ട, ഇവിടെ യാതൊരു തരത്തിലുള്ള കാർഡും നിങ്ങൾ ഇറക്കണ്ട, നിങ്ങളൊരു ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് ലാലേട്ടൻ പറഞ്ഞത്? കാരണം ലാലേട്ടന് അതിന് മുന്നിലുള്ള ഒരു അനുഭവം ലാലേട്ടൻ്റെ മുന്നിലുണ്ട്. ലക്ഷ്മി ആയിട്ടുള്ള അല്ലെങ്കിൽ മസ്താനി ആയിട്ടുള്ള അല്ലെങ്കിൽ ഷനിമോളുമായിട്ടുള്ള അങ്ങനെയുള്ള ആ ഒരു പ്രശ്നം ലാലേട്ടൻ മനസ്സിലുണ്ട്. ലാലേട്ടൻ അനാവശ്യമായിട്ട് പലതും അവിടെ സംസാരിച്ചു. ലാലേട്ടൻ ആവശ്യമില്ലാത്തതാണ് സംസാരിച്ചത്. ലാലേട്ടൻ എത്രയോ വലിയ നടനാണ്, വലിയ ഒരു എന്തോരം ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ എല്ലാ ദിവസവും അല്ലെങ്കിൽ ഓരോ മൂവി ഇറങ്ങുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹം എത്രയോ ആൾക്കാരുമായിട്ട് ഓരോ ദിവസവും ഇടപെടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? അദ്ദേഹം എന്തുകൊണ്ടാണ് ഒന്ന് ഇരുത്തി ചിന്തിക്കാഞ്ഞ്? അവർ പറഞ്ഞോട്ടെ, ഓ ശരി, അത് നിങ്ങളുടെ നിലപാടായിക്കോട്ടെ, പക്ഷേ അത് ഇങ്ങനെ അല്ലായിരുന്നു പറയേണ്ടിയിരുന്നത്. ഈ ഒരു ഹൗസ് ഇതൊരു റിയാലിറ്റി ഷോയാണ്, ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന റിയാലിറ്റി ഷോയാണ്. നിങ്ങളുടെ നിലപാടാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. മറ്റുള്ളവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്ന് പറഞ്ഞത് മോശമായി പോയി, ഒരിക്കലും അതിനെ ആവർത്തിക്കരുത് എന്ന് പറഞ്ഞവിടെ വിലക്കാം. അല്ലാതെ നിങ്ങൾ ആരാണ് ഇതൊക്കെ പറയാൻ? നിങ്ങൾ എന്തോ ഒരു ദേഷ്യത്തിലാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഈ ലാലേട്ടൻ്റെ മനസ്സും നമ്മൾ വിചാരിക്കുന്ന കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ളി കറക്റ്റ് അല്ല. കാരണം ലാലേട്ടനും ചിന്തിക്കുന്നത് വളരെ ബാലിഷ്യമായിട്ടാണ്. ലാലേട്ടനും ഈ ഒരു പ്രശ്നത്തിനെ സർവൈവ് ചെയ്ത് ആ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ലാലേട്ടനും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലാലേട്ടൻ ആ മനസ്സാണ് ഇപ്പോഴും ലാലേട്ടൻ ഇവരെയൊക്കെ നോക്കുമ്പോൾ, ഇപ്പോഴും ലാലേട്ടൻ അനുമോളെന്ന് പറയുന്ന കുട്ടിയൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ അനുമോളെ നോക്കുമ്പോൾ, അനുവിനെ നോക്കുമ്പോൾ ലാലേട്ടൻ്റെ മുഖത്ത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ഭാവം. കാരണം ഒരിക്കലും ഒരു സ്നേഹത്തോട് മുഖം കാണുന്നില്ല. നമ്മൾ പ്ലാച്ചീനെ തിരിച്ചു കൊടുത്തു, അവളുടെ പ്ലാച്ചിയെ തിരിച്ചു കൊടുത്ത് നിങ്ങളൊരു ഗസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പോലും പ്ലാച്ചിയെ കിട്ടിയില്ല എന്ന് വെച്ച് പഴയതുപോലെ എന്നോടും പ്ലാച്ചിയോടൊന്നും സ്നേഹമില്ല എന്ന് ചോദിക്കുമ്പോൾ പോലും സ്നേഹത്തിലല്ല ചോദിക്കുന്നത്, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിച്ച മുഖത്തിലാണ് ചോദിക്കുന്നത്. കാരണം ലാലേട്ടൻ്റെ ദേഷ്യവും സന്തോഷവും ശൃംഗാരവും പ്രണയവും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദുഃഖവും എല്ലാ ഭാവങ്ങളും മലയാളികൾ നമ്മളൊക്കെ ജനിക്കുമ്പോഴേ കാണിച്ചിട്ടുള്ളതാണ്. അപ്പം 45 വർഷത്തിന് മേളിലായി ലാലേട്ടൻ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ ലാലേട്ടൻ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ലാലേട്ടൻ്റെ എല്ലാ ഭാവവും മലയാളിക്ക് കാണാപ്പാടമാണ്. അപ്പോൾ ലാലേട്ടൻ്റെ മുഖത്തുണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും നമുക്കത് പിടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അനുമോളോട് കാണിക്കുന്ന ആ ഒരു ദേഷ്യഭാവം. പ്ലാച്ചിയെ കിട്ടി സന്തോഷമായിട്ട് അവൾ വന്നില്ല. ഒന്നാമത്തെ കാര്യം അനുമോൾക്ക് പേടിയാണ്. ഇപ്പം അനുമോൾക്ക് ഇനി ലാലേട്ടൻ ചീത്ത പറയുന്നുള്ള ഭയമാണ് ആ കുട്ടിക്കുള്ളത്. അതുകൊണ്ടാണ് അവൾ കൂടുതൽ അങ്ങ് എക്സ്പ്രസ് ചെയ്ത് സംസാരിക്കാൻ പേടിക്കുന്നത്. അതൊക്കെ അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നിരുന്നപ്പോൾ അത് ലാലേട്ടൻ മനസ്സിലാക്കണം, അവൾക്ക് പേടിയാണ്. അപ്പോൾ അവളെ കൂളാക്കി എടുക്കണം. പക്ഷേ ഇപ്പുറത്ത് നോക്കിയ ജിസേലിനോട് സംസാരിക്കുമ്പോൾ ലാലേട്ടൻ എന്ത് കൂളായിട്ട് എന്ത് ശൃംഗാരത്തോടെ സംസാരിക്കുന്നത് ഏതാണ്ട് പറഞ്ഞപ്പോൾ ഇന്നലെ ആ ഒരു നിലപാടുകൾ കാര്യങ്ങൾ ആരെയാണ് ഇഷ്ടപ്പെടുന്നത് അത് പറയാൻ പറഞ്ഞപ്പോൾ ലാലേട്ടൻ ജിസേൽ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജിസേലിനോട് എന്തോ ഒരു സ്നേഹം. അതുപോലെ ജിസേൽ ഒരു പാട്ട് പാടുമ്പോൾ ജിസേൽ ലലിറ്റ എന്ന് വിളിക്കുന്നു. അപ്പോൾ ജിസേൽ ഒരു മലയാളം പാട്ട് പാടും, മലയാളം പാട്ടു കുമ്പിലപ്പം അപ്പം കുമ്പിലപ്പം അപ്പം കുമ്പിലപ്പം. ഇത് കാണുമ്പോൾ എന്താണ് ഇത്ര ഇഷ്ടപ്പെടേണ്ട കാര്യമാണ്? ഇതൊരു ആർട്ടിഫിഷ്യൽ അല്ലേ? ഇപ്പം ഞാൻ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഞാൻ മോണാക്ട് ചെയ്യും, ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ഞാൻ മോണാക്ട് ചെയ്യും. ഇത് മറ്റുള്ളവരെ ഞാൻ അനുകരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഇതൊരു ആക്ടിങ് ആണ്. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ആണ്. ആക്ടിങ് അല്ല, ഇതൊരു ആർട്ടിഫിഷ്യൽ എന്താ പറയുന്നത് ബിഹേവിയർ ആണ്. അപ്പോൾ ഈ ഒരു ആർട്ടിഫിഷ്യൽ ബിഹേവിയറിന് ഇത്രയും കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യം എന്താണ്? നമ്മൾ കഴിഞ്ഞ ഒരു സീസണിലെ ശ്രീതു അനാർജുൻ അല്ലെ ശ്രീതു തമിഴ് മലയാളമാണ് ആ കുട്ടി.
അപ്പോൾ അവൾ അവളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോഴും അവൾ പറഞ്ഞു ഓർക്കുന്നു തമിഴ്, മഴ പെയ്യുന്നു, നമ്മളിവിടെ മഴ പെയ്യുന്നു എന്ന് പറയുമ്പോൾ പറയും മഴ തൂറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ചിരി വരും. ആ ഒരു ഭയങ്കര ഒരു ഇന്നസെൻസിയിൽ ആ തമിഴും മലയാളം കൂടി കലർത്തി സംസാരിക്കുന്നത്, അത് അവളുടെ ഭാഷ അതാണ്. അത് നമുക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഒരു ബിഹേവിയറോ അല്ല ആർട്ടിഫിഷ്യൽ ടോക്കായിട്ട് നമുക്കത് തോന്നുന്നില്ല. ഇതെന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ സ്പീച്ചാണ്, ആർട്ടിഫിഷ്യലായിട്ട് സംസാരിക്കുന്ന ഒരു രീതി. അതുവരെ ഒരു കുഴപ്പമില്ല. ഇന്നതേ മത്തി, ചാള, അയില, ചെമ്മീനൊക്കെ വളരെ കൂളായിട്ട് മീൻകാരി സുശീലയായിട്ട് അവിടെ ബാത്റൂമിന്റെ മുമ്പിൽ നിന്ന് അനുമോള് ചോദിക്കുന്നു, സുശീല ചേച്ചി മീൻ എന്നാ വിലയാ? അപ്പം അയല, ചെമ്മീൻ, മത്തി, ചാള ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നു. അല്ലാത്ത സമയത്ത് മലയാളം ലാലിട്ടും വരുമ്പോൾ മലയാളമേ സംസാരിക്കാൻ അറിയില്ല. ആലപ്പുഴയുള്ള എന്താ പറയണത്, നമ്മുടെ അവരമ്മയുടെ പേര് പൊന്നമ്മ, അമ്മയുടെ പേര് തങ്കമ്മ. ഈ രണ്ട് അമ്മമാർ, അച്ഛൻ 5 വയസ്സിലേ മരിച്ചുപോയി, പഞ്ചാബിയെ അച്ഛൻ 5 വയസ്സിലേ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഈ രണ്ട് അമ്മമാർ, മലയാളികളെ രണ്ട് അമ്മമാർ ഹിന്ദിയിലാണോടെ പഠിപ്പിച്ചത്. മലയാളം സംസാരിക്കാനല്ലേ എല്ലാം മലയാളം പറയും, പക്ഷെ ആ ഭാഷ. പിന്നെ ഈ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി 10 വർഷം മുമ്പ് തന്നെ ബിഗ് ബോസ് ഹിന്ദിയിൽ പോയത്. ആ ഫേസും ഈ ഫേസുമായിട്ടൊക്കെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പ്ലാസ്റ്റിക് മാമി എന്ന് വിളിക്കേണ്ടി വരുന്നത്. ഫുള്ള് പ്ലാസ്റ്റിക് സർജറിയാണ്. അതുകൊണ്ട് 10, 28, 30 പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. മൂക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, കഴുത്ത് പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, മുഖം ചിന്ന് പ്ലാസ്റ്റിക് സർജറി ചെയ്ത്, അങ്ങനെ ഓരോ ഭാഗം ചുണ്ട് തന്നെ 2, 3 പ്രാവശ്യം പ്ലാസ്റ്റിക് സർജറി ചെയ്തിരിക്കുന്നത്. അത് കണക്ക് ഈ നിതംബ ഭാഗം, ചന്തി, പച്ചവയ്ക്ക് പറയാമല്ലോ, അങ്ങനെ തന്നെയാണല്ലോ ഞാൻ വീടിടുന്നത്. ചന്തി പ്ലാസ്റ്റിക് സർജറി വെച്ചിരിക്കുന്നത്, ബ്രസ്റ്റ് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ശരീരത്തിന്റെ എവിടൊക്കെയാണ് ഒരു വ്യക്തികളുടെ എറിച്ച് നിൽക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, സ്പെസിഫൈ ചെയ്ത് കാണിക്കേണ്ട ഭാഗമൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് വീർപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു കോലമാണ്, പേക്കോലമാണ്. അതെന്തോ ആയിക്കോട്ടെ, അവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് അവർ ചെയ്തിരിക്കുന്നതായിരിക്കാം, അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഈ ലാലേട്ടൻ എന്തിനാണ് ഇവരെ ഇത്രയും എടുത്ത് പൊക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലാലേട്ടന് ഇവരെ എന്തോ ഒരു വലിയ സംഭവമായിട്ട്, ഇനി ഇവർ വല്ല കാശം കാണും ബിഗ് ബോസ് ഷോ നടത്താൻ വേണ്ടി കൊടുത്തു. അതെൻ്റെ ഒരു സംശയമാണ് കേട്ടോ. നിങ്ങൾക്കാർക്കും അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കേട്ടോ. എൻ്റെ വെറും ഒരു സംശയമാണ് ഞാൻ ഈ പറഞ്ഞത്, അത് റിയൽ ആണെന്നല്ല, എൻ്റെ ഒരു സംശയം നിങ്ങളുമായിട്ട് ഞാനൊന്ന് പറയുന്നത്. അല്ലാണ്ട് ആരിനെയൊക്കെ എന്തിനാണ് ഇത്രയും എടുത്ത് പുലർത്തുന്നത് ഒന്ന്, അല്ലെങ്കിൽ ഇടാം നമ്മൾ പിന്നെ ഞാൻ ഈ ക്യാഷ്വലായിട്ട് സംസാരിക്കുന്നുണ്ടാണ് അങ്ങനെ സംസാരിച്ചു കൊണ്ടേട്ടാ. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരാളിനെ നമ്മൾ ഒരുപാട് ഉയർത്തണമെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യങ്ങൾ, അല്ലെ അവർ നമുക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനൊക്കെ എന്തെങ്കിലും ചെയ്തെങ്കിലല്ലേ നമ്മൾ അവരെ ഉയർത്തണം. അല്ലെങ്കിൽ ഈ 18 പേരല്ലേ വന്ന്, 24 പേരും 18ഉം 5 പേര് വന്ന്, 18, 5, 23, ആ 23 പേര് ഒരുപോലല്ലേ ഒരു ഹൗസിലുള്ള ഒരു അവതാരകൻ അങ്ങനെയല്ലേ വരണ്ടേ? എന്തിനാണ് അത് 70 ദിവസം കഴിഞ്ഞാൽ നല്ലതായിട്ട് കളിക്കുന്നവരെ ഇച്ചിരി സ്നേഹം കാണിച്ചു. പക്ഷെ ഇത് ആദ്യം മുതൽ തന്നെ ജിസേലിനെ കാണുമ്പോഴത്തേക്ക് ലാലേട്ടനെങ്ങും ഭയങ്കര ശൃംഗാരമാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഫാൻമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് തോന്നുന്ന സംശയങ്ങൾ എനിക്കും തോന്നിയിട്ടുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടത്. കാരണം ഒരുപാട് കമൻറ്റ്സ് എനിക്ക് തോന്നുന്നു സത്യമാണ്. അനിമോളെ കാണുമ്പോൾ, അനിമോളോട് സംസാരിക്കുമ്പോൾ ലാലേട്ടന് ചെറിയ ഒരു മുഖത്ത് ഭയങ്കരമായിട്ടുള്ള കലുഷിത ഭാവമാണ്. അത് സന്തോഷത്തോടെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ ഏത് പറഞ്ഞാലും അനിമോളെ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കലും അനിമോളെ ഇതുവരെ അനിമോളെ എന്ന് പറഞ്ഞുള്ള സ്നേഹത്തിലോട് വിളിച്ചിട്ട് എന്ന് കണ്ടിട്ടില്ല, കുട്ടി എന്ന് വിളിച്ചിട്ടില്ല. പിന്നെ അനിമോളെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെയുള്ള രീതിയിൽ ഭയങ്കര കലുഷിത ഭാവത്തോടാണ് ലാലേട്ടൻ ചോദിക്കുന്നത്. അത് ലാലേട്ടൻ്റെ ഭാവം നമ്മൾ ജനിച്ചപ്പോൾ തൊഴിലെ കാണുന്ന ആൾക്കാരെന്നുള്ളത് കൊണ്ട് ലാലേട്ടൻ്റെ ചെറിയ ഭാവം പോലും നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പോൾ എന്തായാലും ലാലേട്ടൻ എന്തുകൊണ്ടായിരിക്കുകയാണെന്ന് ഏറ്റവും നല്ല ഗെയിമർ ആയതുകൊണ്ടായിരിക്കും, ഏറ്റവും പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരു ഗെയിമർ എന്ന നിലയിൽ അനിമോൾ ആയിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് വിശ്വസിക്കാൻ ഇഷ്ടം. എനിക്ക് ആ ഒരു പോസിറ്റീവ് തിങ്കാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഏറ്റവും ബെസ്റ്റ് ഗെയിമർ എപ്പോഴും ഈ അവതാരകർ ലാലേട്ടനെ പോലുള്ള ആൾക്കാർ കുറച്ചൊന്ന് ദേഷ്യഭാവം കാണിക്കും. കാരണം ഇവരുടെ ഗെയിമിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. അതിപ്പോൾ അനിമോള് കുറച്ചൊന്ന് ബാക്കിൽ അന്വേഷിച്ച് പോയതാണ്, പക്ഷെ വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കാരണം അവളുടെ ഗെയിമിനെ തകർത്ത് അവളെ അവളുടെ ഗെയിം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു പ്ലാനാണ്. കാരണം ലാലേട്ടനും ഗെയിം കളിക്കുമല്ലോ, ഇവർ കളിച്ചില്ലെങ്കിൽ ലാലേട്ടൻ കളിക്കും, അല്ലാതെ ബിഗ് ബോസ് കളിക്കും. ഇതാണല്ലോ സ്ഥിരമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിലുള്ള കേസ്. അപ്പോൾ ഇന്നലെ രാത്രിയിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട്, എന്ത് പണി, ഈ അനീഷിന് എന്ത് പണിയാണ്. അതിൻ്റെ മുഖത്ത് രാത്രി ഉറങ്ങിക്കിടന്ന് 2:30 മണിക്കൊക്കെ മുഖത്തൊക്കെ കൊണ്ടുവന്ന് ഓരോന്ന് വാരി തേക്കുവാണ്, കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തൊരു മര്യാദകളാണ് ഈ പെണ്ണൊക്കെ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പിള്ളേരെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവർ ഇപ്പോൾ അവരുടെ പഴയ വീഡിയോസ് എല്ലാം കണ്ടപ്പോൾ തീർന്ന അവരുള്ള ഇഷ്ടം. എന്നാൽ പോലും നമ്മൾ പഴയ കാര്യങ്ങളൊക്കെ കളഞ്ഞ് ഹൗസിന് എങ്ങനെയാണ്, ഞാൻ ഇപ്പോഴും പറയും, ഇപ്പോൾ നമ്മുടെ രേണുസുതി പോയി കഴിഞ്ഞിട്ട് രേണുസുതി ആയാലും ആരായാലും ഹൗസിനുള്ളിൽ അവരെങ്ങനെ കളിക്കുന്നു. ഇപ്പോൾ അവർ പുറത്ത് പോയി
നമ്മൾ അവരെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലുമില്ല. അവരെന്തോ കാണിക്കുന്നത് അത് അവരുടെ ജീവിതമായി. പക്ഷേ നമ്മൾ ഹൗസിനുള്ളിൽ അവരെന്താണോ കാണിക്കുന്നത് അത് മാത്രമേ നമ്മൾ പറയൂ. അപ്പോൾ ഹൗസിനുള്ളിൽ അവർ കാണിച്ച കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഈ ആദില നൂറെ ഹൗസിനുള്ളിൽ കാണിക്കുന്നത് ഇപ്പം വിവരക്കേട് മഹന്തയും ലാലേട്ടനും കൂടി എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ വീക്കിൽ നൂറയും ആദിലയും ഒരുപോലെ തന്നെ പിന്നെ എവിക്ഷന് വന്നിട്ട് രക്ഷപ്പെട്ടു. അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർക്ക് ഞങ്ങൾ ഇതിൻ്റെ വലിയ സംഭവങ്ങളാണ് എന്നൊരു തോന്നലായിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര അഹന്ത കാണിക്കുന്നത്. വളരെ മോശമാണ്. കുട്ടികളി ഭയങ്കര സീരിയസ് ആവുന്നത്, വളരെ നെഗറ്റീവായിട്ട് പുറത്തു വരും. കാരണം ഇത് 10 മണിക്കോ 11 മണിക്കോ 12 മണിക്കോ അല്ല ചെയ്യുന്നത്, 10 മണി വരെ അല്ലെ 11 മണി വരെ നമുക്ക് സഹിക്കാം. 2:30 മണിക്കാണ് ഇങ്ങനെ മുഖത്ത് ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്മാരെ മുഖത്ത് കൊണ്ടുവന്ന് തേക്കുക അല്ലെങ്കിൽ ഇത് ഒഴിക്കുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെയാണ് അതിലെ കാണിച്ചത്. ചെവിക്കുള്ളിൽ ചെന്ന് ചെവി കർണപടം പൊട്ടുന്ന രീതിയിലാണ് അനീഷിനെ കിടന്ന് ബഹളം ഉണ്ടാക്കി. എന്നിട്ടും അനീഷ് ഒന്നും പറഞ്ഞില്ല. എന്തിനാണ് പാത്രം കഴുകാൻ പറയുന്നതിനാണ്? ഒരു ജോലി അതിലേക്ക് ചെയ്യാൻ വയ്യ. എനിക്ക് റിഹേഴ്സലൊക്കെ ഉണ്ടായതുകൊണ്ട് ഭയങ്കരമായിട്ടും പിന്നെ എന്താ പറയുക തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമായിട്ടാണ് ഗൈസ് ഇരിക്കുന്നത്. നമ്മൾ നവംബർ 1st വീക്കിൽ നമ്മുടെ ഡ്രാമ ലോഞ്ച് ചെയ്യുകയാണ്. ഇപ്പം ഭയങ്കര ഒരു വലിയ ഇനോഗ്രേഷൻ പോലെയാണ് ചെയ്യുന്നത്. പണ്ട് ലാലേട്ടനൊക്കെ പണ്ട് ലാലേട്ടൻ കളിച്ച നാടകത്തിൻ്റെ ലാലേട്ടൻ്റെ സഹ ആർട്ടിസ്റ്റുകളെ കൂടെയാണ് ഞാൻ കളിക്കുന്നത്. ലാലേട്ടൻ ഒരു നാടകം കളിച്ചല്ലോ, എൻ്റെ പേരുണ്ടായിരുന്നു, മറന്നു. ആ നാടകത്തിലെ അതേ ആർട്ടിസ്റ്റുകളാണ് നമ്മൾ എല്ലാവരും കൂടിയാണ് കളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഭയങ്കര സന്തോഷമാണ്. ലാലേട്ടൻ്റെ കുറേ ഫോട്ടോസ് അവരെല്ലാം നിന്ന് നാടകം കളിച്ചതിൻ്റെ ഫോട്ടോസൊക്കെ കാണിച്ചു വന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് വയ്യായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം ഗൈസ്. എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് കാണണം. എല്ലാ ദിവസവും ഞാൻ ഈ ലൈവ് കണ്ടിട്ട് എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കും. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസ് കഴിഞ്ഞാലും നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ നമ്മളുടെ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് 25-ാം തീയതി കോട്ടയം വരെയുള്ള യാത്രയുണ്ട്. മലയാളപ്പുഴ ക്ഷേത്രത്തിൽ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നാടകവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളിനെ കാണാൻ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും ആർട്ടിസ്റ്റുകൾ എല്ലാവരും കൂടിയാണ് പോണ വഴിയും നമ്മളെല്ലാവരുടെയും ഉള്ള യാത്രയും ഒക്കെ ഞാൻ വീഡിയോസ് എടുത്തിടാം. അതുപോലെ തന്നെ നമ്മൾ ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് എപ്പോഴും തരാൻ ശ്രമിക്കും. അതുപോലെ തന്നെ മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളവിടെ വോട്ട് ചെയ്യണം. അപ്പോൾ അന്നെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഏറ്റവും മുന്നിൽ ആരാണെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ. വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിലാണ്, ഏറ്റവും പിന്നിൽ ആരാണ്, ഇതെല്ലാം ഞാൻ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാം. നമുക്ക് ലൈവ് ഇട്ട് തരാം. ഞാൻ ലൈവ് വന്നിരിക്കാനുള്ള സമയം, എനിക്ക് ലൈവ് വന്നിരുന്ന് കാര്യങ്ങൾ പറയാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതിന് സമയമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ മലയാളം ബിഗ് ബോസ് voting.com സന്ദർശിച്ച് അതിൽ പോയിട്ട് പോൾ ചെയ്യണം. നമുക്ക് ഒരു 3 മണിക്കൂർ കൂടുമ്പോൾ ഞാൻ വീഡിയോ ഇട്ട് തരാം. അപ്പം ആർക്കാണ് ഏറ്റവും കൂടുതൽ, ഏറ്റവും പിന്നിൽ ആരാണ്, ഏറ്റവും മുന്നിൽ ആരാണ്, ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റ്സ് തരുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ മനസ്സിലായല്ലോ, ലാലേട്ടന് ചെറിയ ഒരു ദേഷ്യഭാവം തന്നെയാണ് നമ്മുടെ അനിമോൾ കുട്ടിയോട് ഉള്ളത്. അപ്പോൾ അതൊന്നും നിങ്ങൾ ഓർത്ത്, നിങ്ങളുടെ അനിമോളുടെ ഫാൻസ് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അനിമോൾ ടോപ്പ് 1-ൽ തന്നെയാണ്, എപ്പോഴും ടോപ്പ് 1-ൽ തന്നെ ആയിരിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അനീഷേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർ അനീഷേട്ടൻ്റെയും കൂടെ നിൽക്കുക. അതുപോലെ ഷാനവാസിക്കാരെ സ്നേഹിക്കുന്നവർക്ക് ഷാനുക്കയുടെ കൂടെയും നിൽക്കുക. അവർ 3 പേരും തന്നെ ആവട്ടെ, 1 മുതൽ 3 വരെ ഈ 3 പേര് തന്നെ വരണം, വേറെ ആരും വരാൻ പാടില്ല. ഈ 3 പേരുടെ ഇടയ്ക്ക് ആരും ഇടിച്ചു കയറാതെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും തന്നെ നിൽക്കുക. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ 3 പേരുടെയും PR ആണെന്ന്. ആരുടെയൊക്കെ? അനിമോളുടെ, അനീഷേട്ടൻ്റെ, അതുപോലെ തന്നെ ഷാനുക്കയുടെ 3 പേരുടെയും PR ആണ് അനഘ. അത് ഞാനും ആണ് കേട്ടോ അനഘ. അപ്പോൾ പിന്നെ ഷാനുഖൻ്റെ S ആയിപ്പോയില്ല. അപ്പോൾ അനഘ S. അപ്പോൾ അമ്മുവാണ്, വീട്ടിൽ വിളിക്കുന്ന പേരാണ് അമ്മു. അപ്പോൾ ഇതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. ബൈ.